തല്ലാനാരോ നിങ്ങൾക്ക് അധികാരം തന്നത്? ഇവരാരോ ആയിക്കോട്ടെ, കള്ളുകൂടിയന്മാരോ പിടിച്ചുപറിക്കാരോ ആരും ആയിക്കോട്ടെ, നാട്ടു റോട്ടിലിട്ട് തല്ലാൻ ഇയാൾക്കാരും അധികാരം കൊടുത്തത്? ആരാണ് അധികാരം കൊടുത്തത്? സാറിന് ആരാണ് അധികാരം തന്നത്? മർദ്ദിക്കാൻ ആരാണ് അധികാരം തന്നത്? വടി വെച്ച് ചൂരിൽ വെച്ച് ഇവരെ തല്ലാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അലോസരം ഉണ്ടാകുന്നുണ്ടാവും. പോലീസിന് ഇങ്ങനെ ആളുകളെ, പൊതുജനങ്ങളെ തെരുവിൽ വെച്ചിട്ട് കായികമായിട്ട് നേരിടാനും അടിച്ചോടിക്കാനൊക്കെ അധികാരമുണ്ടോ? അതുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾക്ക് ഭയങ്കര സംശയം ഉണ്ടാവും. ആക്ച്വലി കേരള പോലീസ് ആക്ടിൽ കൃത്യമായിട്ട് പോലീസ് എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് വിവക്ഷിക്കുന്നുണ്ട്. പോലീസ് ആക്ട് 2011 4 ക്ലോസ് ബി പ്രകാരം ഒരു പോലീസ് ഓഫീസർ ഒരു വ്യക്തിയുടെ ജീവനും സ്വത്തിനും അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും ഹ്യൂമൻ റൈറ്റ്സിനും ഊന്നൽ കൊടുത്ത് വേണം പ്രവർത്തിക്കാൻ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. പോലീസ് അധികാരികൾക്ക് ഏതൊക്കെ സമയങ്ങളിലാണ് പൊതുജനങ്ങളുടെ മുകളിൽ ബലപ്രയോഗം നടത്താൻ സാധിക്കുക എന്ന് കൃത്യമായിട്ട് നിയമങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഒരാൾ അറസ്റ്റ് ചെയ്തതിൽ നിന്നും പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് വിചാരിച്ചിട്ട് ആ വ്യക്തി രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഈ സമയങ്ങളിലൊക്കെയാണ് പോലീസിന് ഒരു വ്യക്തിയുടെ മുകളിൽ ബലം പ്രയോഗിക്കാനുള്ള അധികാരമുള്ളൂ. അല്ലാതെ ഇപ്പോൾ ജനങ്ങളുടെ മുകളിൽ ലാത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ബലപ്രയോഗം വെച്ചിട്ടോ യാതൊരു വിധത്തിലും ശിക്ഷിക്കാനുള്ള അധികാരം പോലീസിനില്ല. അത് നിയമം പോലീസിന് കൊടുത്തിട്ടില്ല. അതിനുള്ള അധികാരം കോടതിക്ക് മാത്രമേ ഉള്ളൂ. കൂടാതെ പോലീസ് ആക്ട് സെക്ഷൻ 33 ക്ലോസ് 2 പ്രകാരം ഒരു പബ്ലിക് പേഴ്സൺ പോലീസ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കെ പബ്ലിക് പ്ലേസിൽ വെച്ചോ പ്രൈവറ്റ് പ്ലേസിൽ വെച്ചോ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ ഓഡിയോ വഴിയോ വീഡിയോ വഴിയോ ചിത്രീകരിക്കുന്ന യാതൊരു നിയന്ത്രണങ്ങളും നിലവിൽ ഇല്ല. അതിനെ പ്രിവെന്റ് ചെയ്യാൻ പോലീസിന് യാതൊരു അധികാരവും ഇല്ല. ഇത്തരത്തിൽ പോലീസ് നിയമവിരുദ്ധമായിട്ട് പൊതുജനങ്ങളിൽ ബലം പ്രയോഗിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് പോലീസ് മേലധികാരിയിൽ പരാതിപ്പെടാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ പരാതിപ്പെടാം. അതും അല്ലെങ്കിൽ കോടതി മുഖാന്തരം നിങ്ങൾക്ക് നിങ്ങളുടെ പരാതി ബോധിപ്പിക്കാവുന്നതാണ്. പോലീസിനെതിരെ കൃത്യമായിട്ട് നടപടി എടുക്കാൻ സാധിക്കും. പോലീസ് ഫോഴ്സ് ഒരുപാട് നല്ല കാര്യങ്ങൾ പൊതുജനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ചില ഓഫീസർമാർ അധികാര ദുർവിനിയോഗം ചെയ്തിട്ട് പൊതുജനങ്ങൾ മുകളിൽ അനിയന്ത്രിതമായിട്ടുള്ള ബലപ്രയോഗം നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞിട്ടുള്ള അതോറിറ്റി നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്.